സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ മായ ഹരേ ഹരേ. 51 കരുത തനുലതേ വേദമാകുന്ന ശാഖീ, കുമ്പത്തൻ പൊടുപൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ, ചെമ്പൽ താർബാണടംബ പ്രശമന സുഹൃതോപാത്തലക്ഷ്മി, സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാദീശ്വരി വിശ്വനാഥേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി ദേവി ഹരേ ഹരേ, ഹരേ മായ മായ ഹരേ ഹരേ. മഹാശിവരാത്രി വ്രതത്തോടനുബന്ധിച്ചിട്ടുള്ള ജപം നമ്മൾ തീവ്രമായ സാധനയിൽ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 3:30 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള അമ്മമാർ നാമജപസംഖ്യകളുടെ എണ്ണം എഴുതി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജപം നടന്നിട്ടുള്ളത് കാരിയോട് എന്ന സ്ഥലത്ത് നിന്ന് ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ശ്രീദേവി എന്ന് പറയുന്ന അമ്മയുടേതാണ്. ഇന്ന് വെളുപ്പാൻ രാവിലെ 3 മണി മുതൽ വൈകുന്നേരം 6:40 ആയപ്പോഴേക്കും നമശിവായ ജപം 1.5 ലക്ഷത്തിനടുപ്പിച്ച് കഴിഞ്ഞു. എന്താണെങ്കിലും പഞ്ചാക്ഷര മന്ത്രം അത്രയും ബാക്കിയുള്ള ഒരുപാട് പേർക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ ടെക്നോ പാർക്കിലെ USTയിലുള്ള അനൂപാണ് ഏറ്റവും കൂടുതൽ ജപസംഖ്യ തികച്ചിട്ടുള്ളത്. 41,000 ചില്ലറ. കഴിയുന്നത്ര ജപത്തിൻ്റെ സംഖ്യ എത്രയെന്ന് വലുതാവുന്നതിനേക്കാൾ പ്രധാനം, അത് പ്രധാനം തന്നെയാണ്, എന്നാൽ അതുപോലെ പ്രധാനമാണ് ജപിക്കുമ്പോൾ ഉള്ള ഭാവം. ഏത് ഭാവത്തിലാണ് മഹാദേവനെ, ഹര ഹര മഹാദേവ. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷത്തിൻ്റെ പൂർണ്ണതയാണ് മഹാദേവൻ. ഇത്രയും പൗരുഷ സ്വരൂപമായിരിക്കുന്ന ഒരു ഈശ്വരനെ നമുക്ക് കാണാനില്ല, ഇല്ലേ? കയ്യിൽ കടുന്തുടി, തൃശൂലം, ഢമരു, ഠക്ക തുടങ്ങി സർവം ശിവമയം. ആ മഹാദേവനെയാണ് നമ്മൾ ശിവരാത്രി നാളിൽ നമ്മൾ ഉപാസിക്കുന്നത്. ചിലർ ഉപവാസത്തോടുകൂടി ഉപാസിക്കുന്നു, മറ്റു ചിലർ ഉപവാസം വിന, ചിലർ എങ്ങനെയാണെങ്കിലും നമുക്കത് വിരോധമില്ല. അതുകൊണ്ട് തന്നെ മഹാശിവപുരാണത്തിലെ എല്ലാ ഭാഗങ്ങളും ഒന്നും അല്ലെങ്കിലും മഹാശിവപുരാണം എന്ന് പറയാനൊരു ശ്രമം ഈ മഹാശിവരാത്രിയോടടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ജപിക്കാനുള്ള സംഖ്യകൾ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് ജപം കൂടെ ഇരുന്നുള്ള ജപത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് മഹാശിവപുരാണത്തിലെ മഹാശിവരാത്രിക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന പല ഭാഗങ്ങളെയും നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. പുരാണങ്ങൾ 18 പറഞ്ഞ് അതിലെ ശ്ലോകസംഖ്യയും പറഞ്ഞ് വളരെ പെട്ടെന്ന് നമശിവായ ജപത്തോടുകൂടി മുന്നിലേക്ക് പോവാം. ഓം ബ്രാഹ്മം പാത്മം വൈഷ്ണവശ്ച ശൈവം ലൈംഗം സഗാരുഢം നാരദീയം ഭാഗവതമാഗ്നേയം സ്കാന്ദസംജ്ഞിതം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം സവാമനം
വരാഹം മാത്സ്യം കൗർമജ ബ്രഹ്മാണ്ഡാഖ്യം ഇതി ത്രിഷഡ്. ബ്രഹ്മം പാത്മം വൈഷ്ണവം ശൈവം ലൈംഗം ഗരുഡം നരദീയം ഭാഗവതം അഗ്നേയം സ്കന്ദം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം വാമനം വരാഹം മത്സ്യ കൂർമ്മ ബ്രഹ്മാണ്ഡ എന്നിങ്ങനെ 18 പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു. എന്നിട്ടോ ഈ പുരാണങ്ങളെ ശിവരാത്രി കാലത്ത് പഠിക്കുന്നവന് ഈ പുരാണങ്ങളുടെ പേരൊന്നുച്ചരിച്ചാൽ തന്നെ മോക്ഷത്തെ കിട്ടുമെന്ന് പറഞ്ഞ് അതെവിടെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്ലോകം കൂടി പറയാം. ഇത് ശിവപുരാണത്തിൻ്റെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ ശ്ലോകം കൂടി പറയാം അല്ലേ. ഓം അഷ്ടാദശ പുരാണാനാം നാമധേയാനി യഃ പഠേത് ത്രിസന്ധ്യം ജപതേ നിത്യം സോ അശ്വമേധഫലം ലഭേത്. ശ്ലോകം മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയാം. അഷ്ടാദശ പുരാണാനാം നാമധേയാനി യഃ പഠേത് ത്രിസന്ധ്യം ജപതേ നിത്യം സോ അശ്വമേധഫലം ലഭേത്. 18 പുരാണ നാമധേയം ചൊല്ലുന്നത് അശ്വമേധത്തിൻ്റെ ഫലത്തിന് തരുന്നു എന്ന് മാർക്കണ്ഡേയ പുരാണത്തിൽ പ്രസ്താവിക്കുന്നു അല്ലേ. അപ്പോൾ ഇനി ഓരോ പുരാണങ്ങളിലെയും എത്ര സംഖ്യയാണ്, ശ്ലോകസംഖ്യ എത്രയാണ് എന്ന് നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നിലേക്ക് ചലിക്കാം. അതും കൂടി നമുക്ക് പഠിക്കാമോ? സമയമുണ്ടോ? അതോ ഫുഡ് കഴിക്കാൻ നേരമായോ? ചേട്ടന് ഫുഡ് കൊടുക്കണോ? ഇത്രയെങ്കിലും നിർത്തട്ടോ? അതോ അതും കൂടി പറഞ്ഞു തരട്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ എന്തെങ്കിലും പറയൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നിലോട്ട് കാര്യങ്ങളെ നീക്കാം. നമുക്കിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ? ശരി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിലെ ഗ്രന്ഥസംഖ്യയാണ്. 32 അക്ഷരം ചേർന്നത് ഒരു ഗ്രന്ഥമെന്നും, അതിനാൽ ശ്ലോകസംഖ്യ എന്ന് പറയുമ്പോൾ 32 അക്ഷരം ചേർന്നത് ഒരു ശ്ലോകം എന്നുള്ള കണക്കിനാണ് നമ്മൾ ശ്ലോകസംഖ്യ എന്ന് പറയുന്നത്. എന്താണെങ്കിലും മേൽ വിവരിച്ച രീതിയിൽ ബ്രഹ്മവിവർത്തകാരൻ 4 ലക്ഷം എന്ന് പറയുന്ന സംഖ്യ ഈ 18 പുരാണങ്ങളും കൂടെ ചേർത്തിട്ട് എത്ര ശ്ലോകസംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം എന്ന് പറയുന്ന ഒരു ക്രമം വരുന്ന തരത്തിൽ. ഇതിനെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. 4 ലക്ഷമല്ല, 4 ലക്ഷത്തിൽ കൂടുതലുണ്ട്, ഇല്ല 4 അല്ല, ഇനി 3.5 ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് ആധാരമായിട്ട് ഒരു ഗ്രന്ഥം എടുക്കുകയേ പറ്റൂ. നമുക്ക് മഹാശിവപുരാണത്തിൻ്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞു വയ്ക്കുന്നു. ശ്ലോകസംഖ്യ കൂടി പറഞ്ഞിട്ട് ബ്രഹ്മമഹാപുരാണം 10,000 കൊണ്ടും പത്മപുരാണം 55,000 കൊണ്ടും വിഷ്ണുപുരാണം 23,000 കൊണ്ടും മഹാശിവപുരാണം അഥവാ 24,000 കൊണ്ടും ഭാഗവത മഹാപുരാണം 18,000 കൊണ്ടും നാരദീയ മഹാപുരാണം 25,000 കൊണ്ടും മാർക്കണ്ഡേയ മഹാപുരാണം 9,000 കൊണ്ടും അഗ്നി മഹാപുരാണം 15,400 കൊണ്ടും ഭവിഷ്യ മഹാപുരാണം 14,500 എന്ന സംഖ്യ കൊണ്ടും ബ്രഹ്മവൈവർത്തം ഭാഗവതം പോൽ 18,000 കൊണ്ടും ലിംഗമഹാപുരാണം 11,000 കൊണ്ടും വരാഹപുരാണം 24,000 കൊണ്ടും സ്കന്ദപുരാണം 81,100 കൊണ്ടും വാമന മഹാപുരാണം 10,000 കൊണ്ടും കൂർമ്മപുരാണം 17,000 കൊണ്ടും മത്സ്യപുരാണം 14,000 കൊണ്ടും ഗരുഡ മഹാപുരാണം 19,000 കൊണ്ടും ബ്രഹ്മാണ്ഡ മഹാപുരാണം 12,000 കൊണ്ടും നിർമ്മിച്ചേൻ വേദവ്യാസൻ
എല്ലാം ചേർത്തു പഠിച്ചെന്നാൽ ശ്ലോകസംഖ്യ 4,00,000 ചമഞ്ഞിടും. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ ഗുണം ചെയ്യും. നമുക്കിത് സ്പീഡിൽ അങ്ങനെ ഓടിപ്പോകുന്നതിന് പകരം ഇതൊന്ന് എഴുതിയെടുത്ത് രണ്ടോ മൂന്നോ തവണ ഒന്ന് കേട്ട് ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നത് ഗുണം ചെയ്യും എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഏറ്റവും വലിയ പുരാണം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പുരാണത്തിൻ്റെ പേര് പറയും? ഞാനിപ്പോൾ പുരാണങ്ങളുടെ ശ്ലോകസംഖ്യ പറഞ്ഞു തന്നു അല്ലേ? ഓരോ പുരാണത്തിലും ഇത്രയാണ് ശ്ലോകസംഖ്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമ്മ പറയൂ. അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള വിനോ ആരെങ്കിലും പറയൂ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. സ്കന്ദപുരാണം ശരിയായ ഉത്തരവാണ്. സ്കന്ദ മഹാപുരാണമാണ് പുരാണങ്ങളിൽ ഏറ്റവും വലുത്. 81,100 ശ്ലോകസംഖ്യ. ഏറ്റവും ചെറുത് ആർക്ക് പറയാം? ഏറ്റവും ചെറുത് ഒന്ന് ഇപ്പം പറഞ്ഞതൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കൂ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. ഏറ്റവും ചെറുത് 9,000 ശ്ലോകങ്ങളുള്ള മാർക്കണ്ഡേയ പുരാണമാണ് ഏറ്റവും ചെറുത്. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ പുരാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭാരത സംസ്കൃതിയുടെ ഊടും പാവുമാണ് ഈ പുരാണങ്ങളെന്ന് പറയണം ഇല്ലേ? എത്ര വേണോ, ആർക്ക് വേണോ, വീണ്ടും 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 എത്ര കോരിയെടുത്താലും തീരാത്തത്ര അറിവിൻ്റെ പാലാഴിയാണ് ഈ പുരാണങ്ങളെന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ആകെ 18 തരം പുരാണങ്ങൾ, അതുപോലെ 18 ഉപപുരാണങ്ങൾ. 18 പുരാണങ്ങളും രചിച്ച ശേഷമാണ് വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ തുടങ്ങിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം പുരാണങ്ങളാണ് രചിക്കുന്നത്. 18 പുരാണവും രചിച്ചതിന് ശേഷമാണ് ആര് മഹാഭാരതം രചിക്കാൻ തുടങ്ങിയത്? എന്ത് പറ്റി? മനസ്സിനൊരു അസ്വസ്ഥത പോലെ ഇവിടെ ശ്രദ്ധിക്കണില്ലല്ലോ. എനിക്കൊക്കെ കാണാം കേട്ടോ. കുക്കറിൻ്റെ മുകളിലും ഗ്യാസിൻ്റെ മുകളിലും ഒക്കെ കൊണ്ട് എറിഞ്ഞിട്ടൊരു പോക്ക. അതിനകത്ത് ഒരമ്മയാണെങ്കിൽ ഞാനിങ്ങനെ വളരെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരിഞ്ഞിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ 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 ആ ശ്രദ്ധയോടെ ഇവിടെ ഇരിക്കൂ. ഈ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ആയല്ലോ ഈ അമ്മമാരെല്ലാവരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ അപ്പോൾ അങ്ങോട്ടോ തിരിഞ്ഞ് വർത്തമാനം തുടങ്ങും. ഇല്ലെങ്കിൽ കൈ കിട്ടുന്ന വഴിക്ക് ആ ലിങ്ക് എടുത്തുകൊണ്ട് ഓട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെ 18 പുരാണങ്ങൾ എഴുതിയതിന് ശേഷമാണത് മഹാഭാരതം എഴുതിയെന്ന് പറയാനൊരു കാരണമുണ്ട്. 18 പുരാണാനി കൃത്വാ സത്യവതീ സുത പശ്ചാത് ഭാരതമാഖ്യാനം ചക്രേ. 18 പുരാണങ്ങൾ എഴുതിയത് 18 പുരാണങ്ങളും എഴുതിയതിന് ശേഷം എന്തു പറയുന്നു? പശ്ചാത് ഭാരതമാഖ്യാനം, മഹാഭാരതം ആഖ്യാനം ചെയ്യാൻ തുടങ്ങി. 18 പുരാണങ്ങളിൽ 4ാം സ്ഥാനമാണ് ശിവപുരാണത്തിന് നൽകിയിട്ടുള്ളത്. 18 പുരാണങ്ങളിൽ എത്രാമത്തെ സ്ഥാനമാണ് ശിവപുരാണം? 4ാമത്തെ സ്ഥാനമാണ് ശിവപുരാണത്തിന് നൽകിയിട്ടുള്ളത്. ഈ പുരാണത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് വായുപുരാണം എന്നത്. അപ്പോൾ പലര് സംശയം ചോദിക്കാം, ശിവപുരാണത്തിന് മറ്റു പേരുകളുണ്ടോ? വായുപുരാണം എന്ന് ശിവപുരാണത്തെ അറിയപ്പെടുന്നതായിട്ട് ശിവപുരാണത്തിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിവകഥകളുടെ അവതാരകൻ വായുദേവനാവുകയാലാണ് ഈ പുരാണത്തെ വായുപുരാണം എന്ന് പറയുന്നത്.
ശിവപുരാണം കൂടുതലും പറഞ്ഞത് വായുദേവനാണ്. അതുകൊണ്ടാണ് വായുദേവനാകയാലാണ് ഈ പുരാണം വായു പുരാണമെന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തിൻ്റെ ശീർഷകം തന്നെ വായവീയ സംഹിത. ശിവപുരാണത്തിൻ്റെ അവസാന ഭാഗത്തെ എഴുതിയിരിക്കുന്നത് തന്നെ വായവീയ സംഹിത. എന്താണ് പറയൂ? ഇപ്പോൾ ആ ഫോൺ എടുത്ത് തറയിൽ വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയ അമ്മ പറയൂ, എന്താണ്? ശിവപുരാണത്തിൻ്റെ അവസാന ഭാഗത്തെ തിരിച്ചിരിക്കുന്നത് തന്നെ വായവീയം എന്നാണ്. ശിവപുരാണ കഥകളെ ഉപജീവിച്ച് സംസ്കൃതത്തിൽ ഒരുപാട് കാവ്യ നാടകങ്ങൾ വന്നിട്ടുണ്ട്. കാളിദാസൻ ശിവപുരാണത്തിലെ ചില കഥാസന്ദർഭങ്ങൾ സ്വീകരിച്ചിട്ട് കുമാരസംഭവം രചിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ചില ശ്ലോകഭാഗങ്ങളും കടമെടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മാവേലിക്കര അച്യുതൻ സാർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഈ നമ്മൾ കുമാരസംഭവത്തിലെ പ്രഥമ ശ്ലോകമെന്ന് നമ്മൾ പറയുന്നത് അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജൻ എന്ന് പറയുന്ന ഭാഗം ഇല്ലേ, എന്ന് തുടങ്ങുന്നത് ശിവപുരാണത്തിൽ നിന്ന് ആശയങ്ങൾ എടുത്തിട്ടാണ്. ശിവപുരാണത്തിനകത്ത് അതുപോലെ ഒരു ആശയം വരുന്നുണ്ട്. അത്യുത്തരസ്യാം ദിശി വൈഗിരീശോ ഹിമവാൻ മഹാൻ പർവതോ ഹി മുനിശ്രേഷ്ഠ മഹാതേജോ സമൃദ്ധിഭാഗ് പൂർവാവരോധനിധി എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ടാണ് അത് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇല്ലേ. ഇങ്ങനെ ശിവപുരാണ പദ്യങ്ങളുടെ ഛായ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. കാരണം ശിവപുരാണത്തിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ഈ കുമാരസംഭവം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്. അൺഫോർച്ചുനേറ്റ്ലി മലയാളം എൻ്റെ സബ്ജക്റ്റ് അല്ല കേട്ടോ, ഞാൻ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിലാണ്. പക്ഷേ ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ കുമാരസംഭവം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുമാരസംഭവം നമ്മൾ പറയുമ്പോൾ അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജൻ, അതുപോലെ കാളിദാസന്റെ ഋതുസംഹാരം പ്രചണ്ഡ സൂര്യസ്പൃഹണീയ ചന്ദ്ര സദാവഗാക്ഷിരിവാരി സഞ്ജയ എന്ന് പറയുന്ന ഒരുപാട് കാളിദാസ കൽപ്പനകളുണ്ട്. പല പുരാണങ്ങളിൽ നിന്നായിട്ട് എടുത്തിട്ടുള്ള കൽപ്പനകളുണ്ട്. ഈ പുരാണത്തിൻ്റെ അവസാനത്തെ വായവീയ സംഹിത ഉൾപ്പെടെ 7 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പം ശിവപുരാണത്തിന് വായവീയ സംഹിത ഉൾപ്പെടെ 7 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തത് വിദ്വേശ്വര സംഹിത എന്ന് നമ്മൾ പറയും. 1 വിദ്വേശ്വര സംഹിത, 2 രുദ്രസംഹിത, 3 ശതരുദ്ര സംഹിത, 4 കോടിരുദ്ര സംഹിത, 5 ഉമാസംഹിത, 6 കൈലാസ സംഹിത, 7 വായവീയ സംഹിത. ഓരോ 24,000 ഓരോ സംഹിതയിലും നിരവധി അധ്യായങ്ങളുണ്ട്. ആകെ ശ്ലോക സംഖ്യ ആദികാവ്യത്തിൽ എന്നതുപോലെ 24,000 വാൽമീകിയുടെ രാമായണത്തിൽ ഇല്ലേ, ആദികാവ്യമായ രാമായണത്തിൻ്റെ ശ്ലോകസംഖ്യ 24,000 എന്ന് പറഞ്ഞതുപോലെ ശിവപുരാണത്തിൻ്റെയും ടോട്ടൽ ശ്ലോകസംഖ്യ 24,000. അതുകൊണ്ട് ശ്രീമദ് ദേവി ഭാഗവതത്തിന് 18,000, ഭാഗവതത്തിന് 18,000 ശ്ലോകസംഖ്യ പറയുന്നുണ്ടെങ്കിലും ഏതാണ്ടൊരു 15 ചില്ലറയൊക്കെ ഉള്ളൂ ഇപ്പോൾ. കാരണം കൂട്ടിച്ചേർക്കലുകളും അഴിക്കലുകളും ഒക്കെ കഴിഞ്ഞ്. അതേസമയം ദേവി ഭാഗവതം എടുത്താൽ 18,000 ശ്ലോകവും തികച്ചുണ്ട്. ഇവിടെ 24,000 ശ്ലോകം. അതുകൊണ്ടാണ് ദേവി ഭാഗവത 9 ദിവസം നവാഹമായി നടക്കുമ്പോൾ ശിവപുരാണം 11 ദിവസമായിട്ടാണ് നടക്കുക. സാധാരണ അമ്പലങ്ങളിൽ 11. ചുരുക്കം ചിലയിടത്ത് നമ്മൾ കാലവും ദേശവും കാലപ്രമാണവും ഒക്കെ നോക്കിയിട്ട് ചുരുക്കം ചിലയിടത്ത് അത് 9 ചുരുക്കിയിട്ടുണ്ട്. കാരണം 9 കുറച്ച് നമുക്ക് ശിവപുരാണം നടത്താൻ പാടാണ്. കാരണം 24,000 ശ്ലോകങ്ങൾ വായിക്കാനുണ്ട്. ഇതിലെ തന്നെ പ്രധാന ശ്ലോക സംഖ്യകളുണ്ട്, ജപമുണ്ട്, പൂജകളുണ്ട്, ഹോമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു യജ്ഞമാകുമ്പോൾ ശിവപുരാണം മഹായജ്ഞമാകുമ്പോഴേക്കും അതിൻ്റെ ഒരുപാട് ചിട്ടകളുണ്ട് ഇല്ലേ. ശ്ലോകങ്ങളെല്ലാം ശ്രദ്ധാപൂർവം പഠിക്കണം. മഹാദേവനാം ശിവനെ പറ്റിയല്ലോ കഥകൾ ഭക്തിമുക്തിപ്രദം. ഓം നമ ശിവായ 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 നമ ശിവായാം. വക്ഷ്യാമി പരമം പുണ്യം
പുരാണം വേദസംഹിതം ശിവജ്ഞാനാർണവം സാക്ഷാത് ഭുക്തി മുക്തി ഫലപ്രദം. ശിവപുരാണം 7 വായുവ്യയത്തിലെ 1-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാണ് ഞാൻ ഈ പറയുന്നത്. വക്ഷ്യാമി പരമം പുണ്യം പുരാണം വേദസംഹിതം ശിവജ്ഞാനാർണവം സാക്ഷാത് ഭുക്തി മുക്തി ഫലപ്രദം. ഒരിക്കൽ കൂടി. വക്ഷ്യാമി പരമം പുണ്യം പുരാണം വേദസംഹിതം ശിവജ്ഞാനാർണവം സാക്ഷാത് ഭുക്തി മുക്തി ഫലപ്രദം. അപ്പോൾ ആദ്യം വിദ്വേശ്വര സംഹിത എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ശിവപുരാണത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് വായിച്ചിട്ട്, ശിവപുരാണ മാഹാത്മ്യം സംസ്കൃതം ഒന്ന് വായിക്കാം. എനിക്കറിയാം സംസ്കൃതം ചിലപ്പോൾ കേട്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് കാരണം ഏത് ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മാഹാത്മ്യം പറയാതെ നമ്മൾ മുന്നിലോട്ട് പോകുന്നത് ശരിയല്ല. ഓം മഹാദേവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. ശ്രീ ശിവമഹാപുരാണ മാഹാത്മ്യം പ്രഥമോധ്യായ. ശിവപുരാണ മാഹാത്മ്യതത്വം. ശ്രീ ശൗനൗക ഉവാച. ഹേ ഹേ സൂത മഹാപ്രാജ്ഞ സർവസിദ്ധാന്തവിത് പ്രഭോ ആഖ്യാഹി മേ കഥാസാരം പുരാണാനാം ച വിശേഷത സദാചാരശ്ച സദ്ഭക്തിർ വിവേകോ വർദ്ധത്തെ കഥം സ്വവികാര നിരാസശ്ച സജ്ജനേ ക്രിയത്തെ കഥം ജീവാനാംശ്ച സുഹൃതാം പ്രാപ്ത പ്രായോ ഘോരകലാവിഹാം തസ്യ സംശോധനേ കിം ഹി വിദ്യത്തെ പരമായനം യദസ്തി വസ്തു പരമം ശ്രേയസാം ശ്രേയ ഉത്തമം പാവനം പാവനാനാം ച സാധനം തദ്വാധുനാ. അവിടെ ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദമുണ്ട്. തദ്വാധുന എന്നുള്ളതിന് ചേർത്തും പിരിച്ചും ചിലടത്ത് പാഠഭേദം കണ്ടുണ്ട്. ഏന സത്സാധനൈനാശു ശുദ്ധേജ്ഞാത്മവിശേഷത ശിവപ്രാപ്തിർഭവോ ഭവേത് സദാ നിർമ്മലചേതസാം. ശ്രീസുത ഉവാച. ധന്യസ്ത്വം മുനിശർദൂല ശ്രവണ പ്രീതലാലസ അഹോ വിചാര്യ സുധയാ വച്മി ശാസ്ത്രം മഹോത്തമം സർവസിദ്ധാദംസ്പന്നം ഭക്ത്വാത്കവിവർദ്ധനം ശിവദോഷകരം ദിവ്യം ശൃണു വത്സരസായനം. കാലവ്യാള മഹാത്രാസ വിധ്വംസകരോത്തമം ശൈവം പ്രാണം പരമം ശിവനോക്തം പുരാമുനെ സത്കുമാരസ്യ മുനി രൂപദേശാത് പരാദരാത് വ്യാസനിക്തം തു സംക്ഷേപാത് കലിജാനാം ഹിതായജാം ഏതത് അസ്മാദപരം കിംചത് പുരാണശ്ചൈവതോ മുനെ വിദ്യത്തെ ന ജനശുദ്ധയേ കലിജനാം വിശേഷത ജന്മാന്തരേ ഭവത് പുണ്യം മഹദൃശേ സുധീമതാം തസ്യ പ്രീതിർഭവത് ഭവർത്തേത്ര മഹാഭാഗ്യതോ മുനി. ഏതശ്ശിവപുരാണം ഹി പരമം ശാസ്ത്രമുത്തമം ശിവരൂപം ക്ഷിതൗ ജ്ഞേയം സേവിതം ച സർവധാ പഠനാശ്രവണാദ്യസ്യ ഭക്തിമാൻ രസസത്തമ സദ്യ ശിവപദപ്രാപ്തിം ലഭത്തെ സർവസാധനാത്. തസ്മാത് സർവപ്രയത്നേന കാംക്ഷിതം പഠനം നൃഭി തഥാസ്യ ശ്രവണം പ്രേംണാം സർവകാമഫലപ്രദം. പുരാണശ്രവണമദ്ഭുത് നിഷ്ഭോ ജായത്തെ നര ഭുക്ത്വാ ഭോഗാൻ സുവിപുലാൻ ശിവലോകവാപ്നുയാൻ. രാജസൂയേന യത്പുണ്യ അഗ്നി അഷ്ടോപദേശ തത്പുണ്യം ലഭതേ ശംഭോ. കഥാശ്രവണമാത്രയേ യേ ശൃണ്വന്തി മുനേ ശൈവം പുരാണം ശാസ്ത്രം ഉത്തമം തേ മനുഷ്യാന മന്ദവ്യാ രുദ്രാ ഏവന സംശയാം. ശൃണ്വത്വം തത്പുരാണം ഹി തഥാ കീർത്തയതം ച തത് പാദാംബുജരസാം സേവ്യ തീർത്ഥാനി മുനയോ വിദു ഗന്ധും നിശ്രേയസംസ്ഥാനം ഏ ഭിഞ്ചന്തി ദേഹിന ശൈവം പുരാണമമലം ഭക്ത്യാ ശൃണ്വന്തു യേ സദാ സദാ ശ്രോക്തും യദൃശ്യോക്തോ ഭവതേ മുനിസത്തമാ.
നിയതാത്മാ പ്രതിദിനം ശൃണ്വാദ്യാ മുഹൂർത്തകം യതി പ്രതിദിനം ശ്രുത്വാ വശകോ മാനവം ഭവേത് പുണ്യാമാസിദുഷ്മുനെ ശ്രൂയാ ശിവപുരാണകം മുഹൂർത്തം വാ തദർത്ഥം വാ ക്ഷണമർദ്ധകം ച വാ യേ ശൃണ്വന്തി പുരാണം വത് നേഷാം ദുർഗതിർഭവേത് തത്പുരാണം ച ശൃണ്വാന പുരുഷോ യോ മുനീശ്വര ന നിസ്തരതി സംസാരം ദ്രഗ്വാ കർമ്മ മഹാടവിം തത്പുണ്യം സർവദാനേഷു സർവജ്ഞായേഷു വാമുനെ ശംഭോ പുരാണശ്രവണാം തദ്ഫലം നിശ്ചയം ഭവത് വിശേഷത കലൗ ശൈവ പുരാണശ്രവണാദ്യതേ പരോ ധർമ്മനപുംസാഹി മുക്താൻ സാധനാഗ്നിദേ പുരാണശ്രവണം ശ്മശ്നോ നാമസങ്കീർത്തനം തഥാ കൽപദ്രുമഫലം സ്യമത് മനുഷ്യാനാം ന സംശയം എന്ന് പറഞ്ഞ് മാഹാത്മ്യത്തെ പറയുകയാണ്. ഞാൻ കൂടുതൽ മാഹാത്മ്യം പറയുകയാണെങ്കിൽ പറയൂ, എൻ്റെ പൊന്നു സാറേ, ഈ ഞങ്ങളായിട്ട് പെടാപ്പാട് പെടുത്താതെ ഇതിൻ്റെ മലയാളം വല്ലതും ഉണ്ടെങ്കിൽ സാറങ്ങോട്ട് പറ സാറേ എന്നല്ലേ ഇതില്ലേ പറയുന്നത്. അപ്പോൾ എങ്കിലും മാഹാത്മ്യം എന്നുള്ളത് പറഞ്ഞു വയ്ക്കുമ്പോൾ മാഹാത്മ്യത്തിൻ്റെ ആ ഭാഗമെങ്കിലും അത്രയും ഒന്ന് പറഞ്ഞു വച്ചിട്ട് ഞാനിതിൻ്റെ ശിവപുരാണ മാഹാത്മ്യം പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ നമശിവായ ജപം 1008 വെച്ച് കൂടി വരട്ടെ. കാലോ ദുർമേധസാം പുംസാം ധർമ്മജാരോ ആത്മനാം ഹിതായ വിദ്യേ ശംഭു പുരാണാഖ്യം സുതാരസം ഏകോ ജരാമരസ്വാദേ പിബേരേവനാമതംബുമാൻ ശംഭോ കഥാമൃതം കുര്യാത് കുലമേവാജരാമരം സദാസേവ്യ വിശേഷത ഏതശിവപുരാണസ്യ കഥാ പരമപാവനി ഏതശിവപുരാണസ്യ കഥാശ്രവണമാത്രത കിം ബ്രഹ്മീ ഫലം തസ്യ ശിവശ്ചിത്തം സമാശ്രയേത് 24 ഗ്രാന്ധേയം സപ്തസംഹിതാം ഭക്തിത്രികസ്സു സമ്പൂർണാം ശൃണുയാന്തം പരാപരാത് വിദ്വേശ്വര സംഹിതാം ദ്യാദ്യാദ്യാ രുദ്രസംഹിതാം തൃതീയാം ശതരുദ്രാഖ്യ കോടിരുദ്രാ ചതുർത്ഥ്യാ പഞ്ചമുസ്യാം ഹിതും ഷഷ്ടി കൈലാസ സംഹിതാം സപ്തമീ വായവീ അഖ്യ സപ്തതൈം സംഹിതാം ഇദാം സപ്തസംഹിതം ദിവ്യം പുരാണം ശിവസംജ്ഞകം വരീവർത്തി ബ്രഹ്മതുല്യം സർവോപരിഗതിപ്രദം ഏവം ശിവപുരാണം ഹി സപ്ത സംഹിതമാദരാത് പരിപൂർണം പഠേത്യസ്തു സ ജീവൻ മുക്ത ഉച്യത്തെ പുമാന ജ്ഞാനസ്തവേ ഭ്രമതേസ്മിൻ അസ്മിൻ ഭവേ മുനെ യത് യാവത്കർണഗതം നാസ്തി പുരാണം ശൈവം ഉത്തമം കിം ശ്രുതൈർബഹുഭി ശാസ്ത്രൈ പുരാണശ്ചൈവ ഭ്രമാവഹൈ ശൈവം പുരാണമേകം ഹി മുക്താദാനേ ഗർജതി ഏവം ശിവപുരാണസ്യ കഥാ ഭവതി യദ്ഗൃഹേ തീർത്ഥഭൂതം ഹി തദ്ഗ്രേഹം വസതാം പാപനാശനം അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച കലാം ശിവപുരാണസ്യ നാർഹന്തി ഖലു ഷോഡശിം താവത്സ പ്രോച്യന്ത പാപി പാപഗന്ധുനിസത്തമാം യാവശിവപുരാണം ഹി ന ശൃണ്വയതി സുഭക്തതേ. ഗംഗാദ്യ പുണ്യനശ്ച സപ്തപുര്യോ ഗയാ തഥാ ഏകശിവപുരാണസ്യ സമതാം യാന്തി ന ക്വചിത് നിത്യം ശിവപുരാണസ്യ ശ്ലോകം ശ്ലോകാർത്ഥമേവ ച സ്വമുഖേ പഠേത് ഭക്ത്യാ യത് യദ്യശ്ചിത് പരമാം ഗതിം ഏതശിവപുരാണം യോ വാചയോർധയോ നിശം പാഠ്യോ പ്രീതിതോ നിത്യം സ പുണ്യാത്മാന സംശയ അന്തകാലേ ഹി സ്വൈനം ശൃണ്വയാത് ഭക്തി സുധി സുപ്രസന്നോ മഹേശനാം തസ്മൈ യശ്ചതി സ്വം പദം ഏതശിവപുരാണം യ പൂജയേ നിത്യമാദരാത് സ ഭുക്ത്യോഹാഖിലാൻ കാമാനം തേ ശിവപദം ലഭേത് ഏതശിവപുരാണസ്യ കുർവന്നിസ്യമതിന്ദ്രിയ പട്ടവസ്ത്രാദിനാസ്യമക് സത്കാരം സ സുഖീ സദാ ശൈവം പുരാണമമലം ശൈവ സർവമാദരാത് സേവനീയം പ്രയത്നേന പരഹർത്രേ
സുഖേപ്സുനാം ചതുർവർഗപ്രദം ശൈവം പുരാണം അമലംബരം ശ്രോതവ്യം സർവദാ പ്രീത്യാ പഠിതവ്യം വിശേഷതാം. വേദാദിഹാസശാസ്ത്രേഷു പരം ശ്രേയസ്കരം മഹത് ശൈവം പുരാണം വിജ്ഞേയം സർവദാ ഹി മുമുക്ഷുഭിः. ശൈവം പുരാണം ഇദമാത്മവിദാം വരിഷ്ടം സേവ്യം തഥാ പരമവസ്തു സദാം സമർച്ച്വം താപത്രയാഭിശമനം സുഖദം സദൈവ പ്രാണപ്രിയം വിധി ഹരീശ മുഖാമരാണം വന്ദേ ശിവപുരാണം ഹി സർവദാ ഹി പ്രസന്നധി ശിവപ്രസന്നതാം യാവത്സ്യ പ്രദോരതിം. ഇതി ശ്രീ സ്കന്ദപുരാണേ ശിവപുരാണമാഹാത്മ്യേ തന്മഹിമവർണ്ണനം നാമ പ്രഥമോ അധ്യായഃ സമ്പൂർണം. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. അങ്ങനെ സ്കന്ദപുരാണാന്തർഗതമായിരിക്കുന്ന, സ്കന്ദപുരാണത്തിൽ നിന്ന് വന്നിട്ടുള്ള, സ്കന്ദപുരാണാന്തർഗതമായിരിക്കുന്ന മാഹാത്മ്യത്തെ, ശ്രീ ശിവപുരാണ മഹാത്മ്യത്തെ ഇതിനാൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു എന്ന് പറഞ്ഞാണ് ഈ വായിച്ചത്. അത്രയും ശിവപുരാണ മഹാത്മ്യമാണ്. സംസ്കൃതമായതുകൊണ്ട് പാടാണ്. പക്ഷേ ശ്യാമളാതണ്ഡമൊക്കെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. അതിങ്ങനെ പതുക്കെ 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 കേട്ട് 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 നമുക്കത് പഠിക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ അത് നമുക്ക് പറ്റണം. 2, 3, 4 തവണ എടുത്തൊന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പം നമുക്കതൊന്ന് ഫെമിലിയർ ആവും. അപ്പോൾ ഈ സംസ്കൃതം ഒട്ടും പാടുള്ള വിഷയമൊന്നുമല്ല. പിന്നെ സംസ്കൃതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേടുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. ഈ പാഠഭേദ, ഈ പ്രൂഫ് നോക്കുന്നവർക്ക് നേരെ ചൊവ്വേ നോക്കാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ കക്കറു പൊക്കറു എന്ന് പറഞ്ഞ് തെറ്റുകൾ അടിച്ചു വെച്ചിട്ടുണ്ടാവും. പലയിടത്തും പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഒരുപാട് കറക്ഷൻസും വേണ്ടി വരുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. എന്നാലും ഭാവമുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ. പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി. അപ്പോൾ നാളെ നമുക്ക് ആസ് യൂഷ്വൽ ശിവപുരാണത്തിൻ്റെ തൊട്ടടുത്തൊരു ശിവപുരാണ മാഹാത്മ്യ വർണ്ണനം, ശ്രീ ശിവപുരാണ മഹാത്മ്യ വർണ്ണനം എന്ന് പറയുന്ന അധ്യായം 1 മലയാളം പറഞ്ഞു തരാം. എന്നിട്ട് ദേവരാജ മുക്തി കഥനം എന്ന് പറയുന്ന ശിവപുരാണ മഹാത്മ്യത്തെയും പറഞ്ഞുതരാം. അത് നാളെ, അല്ലേ? സന്തോഷമായിട്ട് ആനന്ദത്തോടെ ചെന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കൂ. ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.